കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കാൻ ഇടപെട്ടിട്ടില്ലെന്ന് ആരോപിച്ച് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിനെതിരെ ബി.ജെ.പി. പ്രതിഷേധം. മന്ത്രി പങ്കെടുത്ത പരിപാടി നടന്ന കോഴിക്കോട് തളി ജൂബിലി ഹാളിലേക്കാണ് ബി.ജെ.പി. പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചെത്തിയത്. ആരോഗ്യരംഗത്ത് കേരളത്തിന് 678 കോടി രൂപ നൽകാനുള്ള കേന്ദ്രം ഭരിക്കുന്ന സ്വന്തം നേതൃത്വത്തിനെതിരെയാണ് ബി.ജെ.പി. പ്രവർത്തകർ സമരം ചെയ്യേണ്ടിയിരുന്നതെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. കോഴിക്കോട് തളി ജൂബിലി ഹാളിൽ KSTA നേതൃത്വത്തിൽ നടന്ന പൂർവ്വ അധ്യാപകരുടെ സംഗമം ഉദ്ഘാടനം ചെയ്യാനായി മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് എത്തിയതിന് പിന്നാലെയാണ് ബി.ജെ.പി. പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്നുക്ഷാമം പരിഹരിക്കാൻ മന്ത്രി ഇടപെട്ടില്ല എന്നായിരുന്നു മുദ്രാവാക്യം. ബി.ജെ.പി. കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഞങ്ങൾ എവിടെ പോകണം? കോഴിക്കോട് അങ്ങാടിയിൽ ഇവിടെ പാവപ്പെട്ടവനെയും അപമാനിച്ചുകൊണ്ട് ഇങ്ങനെ തലങ്ങും വിലങ്ങും ഓടുന്ന മന്ത്രിമാരെ കോഴിക്കോട് അങ്ങാടിയിൽ അവർക്കെതിരെ പ്രതിഷേധിക്കാനും തടയാനും തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം. ജൂബിലി ഹാളിന്റെ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധം തുടർന്ന ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ബി.ജെ.പിക്കാർ സമരം ചെയ്യാൻ തെരഞ്ഞെടുത്ത സ്ഥലം തെറ്റിപ്പോയി എന്നായിരുന്നു ഇതേക്കുറിച്ചുള്ള മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ആരോഗ്യരംഗത്ത് കേരളത്തിന് കോടിക്കണക്കിന് രൂപ നൽകാനുള്ള കേന്ദ്രത്തിനെതിരെ സമരത്തിന് കേരളത്തിലെ ബി.ജെ.പി. തയ്യാറുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. സമരം തെരഞ്ഞെടുത്ത സ്ഥലം തെറ്റിപ്പോയി. സമരം ചെയ്യേണ്ടിയിരുന്ന സ്ഥലം തെറ്റിയതുപോലെ തന്നെ ഇവിടെ വളരെ ബോധപൂർവം കേന്ദ്ര സർക്കാർ കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിന് തരേണ്ട ഫണ്ട് തരുന്നില്ല. 678 കോടി രൂപ തരണ്ടേ? അതിനുവേണ്ടി ഇവർ സമരം ചെയ്യട്ടെ. അതിനുവേണ്ടി കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് സമരം ചെയ്യാൻ ബി.ജെ.പി. തയ്യാറുണ്ടോ? UDF എന്തായാലും തയ്യാറല്ല. ബി.ജെ.പി. തയ്യാറുണ്ടോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം ബി.ജെ.പി. സത്യാഗ്രഹ സമരം നടത്തിയിരുന്നു. അതിന് തുടർച്ചയായാണ് മന്ത്രിയുടെ പരിപാടി സ്ഥലത്തേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.